ഇന്നുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മൊബൈൽ ആപ്പുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏഞ്ചൽ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒട്ടുമിക്ക ആൾക്കാരും ഏഞ്ചൽ ലോണിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലും ട്രേഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും സൊവേറിയൻ ഗോൾഡ് ബോണ്ട് വാങ്ങുന്നതും എന്ന് വേണ്ട ഇപ്പോൾ ഇൻഷുറൻസ് നമുക്ക് ഇതുവഴി എടുക്കാം, ബാങ്കിൽ എഫ്ഡി ഇടാം, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇന്നൊരു ദിവസം സ്റ്റോക്ക് വാങ്ങി വൈകുന്നേരം വിറ്റുകൊണ്ട് നമുക്ക് സ്റ്റോക്കിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലോങ് ടേമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു കമ്പനി നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികളെ കണ്ടുപിടിച്ചതിന് ശേഷം ആ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇടയിൽ വരുന്നത്, അതായത് ഇൻട്രാഡേ ട്രേഡിങ്ങും അല്ല, അതായത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും അല്ലാതെ ഒരു സേഫ് ആയിട്ടുള്ള ട്രേഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സിങ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സിങ് ട്രേഡ് ചെയ്യുന്നത്, അതുപോലെ സിങ് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സിങ് ട്രേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്ക് അതിൽ ബുദ്ധിപരമായിട്ട് എങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതലൊന്നും സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ സ്ക്രീനിലായിരിക്കും, കൂടുതൽ ആൾക്കാരും മൊബൈലിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യം മൊബൈൽ സ്ക്രീനിൽ എങ്ങനെയാണ് ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷനകത്ത് സിങ് ട്രേഡ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് സിങ് ട്രേഡ് എന്ന് അറിഞ്ഞുകൂടാത്തവർ ഉണ്ടെങ്കിൽ അവരാദ്യം മനസ്സിലാക്കേണ്ടത്, സിങ് ട്രേഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സിങ് ട്രേഡ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് നമ്മളൊരു സ്റ്റോക്ക് ഇപ്പോൾ ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷനകത്ത് പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇതുപോലെ ബൈ ചെയ്യുകയാണ്. ബൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡെലിവറി, ഇൻട്രാഡേ, പേ ലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളൊരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്കിനെ കണ്ടെത്തുന്നു. അതിനുശേഷം ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര ഷെയർ ആണോ വാങ്ങേണ്ടത് അത്രയും ക്വാണ്ടിറ്റി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് ഓർഡറിലോ ലിമിറ്റ് ഓർഡറിലോ നമ്മളത് പ്ലേസ് ബൈ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഈ സ്റ്റോക്കിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ കുറേ അധികം ചെയ്തത് കൊണ്ട് അതിനെപ്പറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇൻട്രാഡേ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോസും നമ്മുടെ ചാനൽ കുറേ അധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളത് പഠിക്കുക. അപ്പോൾ ഇൻട്രാഡേ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങുന്നു, അതിനുശേഷം ആ സ്റ്റോക്ക് അതിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ അതിനെ വിൽക്കുന്നു. അപ്പോൾ ഇൻട്രാഡേയിൽ തന്നെ നമുക്ക് ആദ്യം വില കൂടി നിൽക്കുന്ന സമയത്ത് വിറ്റതിന് ശേഷം പിന്നെ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേയധികം രീതിയിൽ നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻട്രാഡേ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇൻട്രാഡേ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വാങ്ങിയതിന് ശേഷം അതിൻ്റെ നമ്മൾ വില കുറഞ്ഞ സമയത്ത് വാങ്ങി വിൽക്കുന്ന സമയത്ത് വില കൂടിയിട്ടില്ല, കുറയുകയാണെങ്കിൽ നമ്മളത് വിറ്റേ മതിയാവും. വിറ്റിട്ടില്ല എങ്കിൽ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ബ്രോക്കർ തന്നെ നമ്മുടെ സ്റ്റോക്കിനെ എടുത്ത് 3:30 ആകുമ്പോൾ വിൽക്കും. അതിനുള്ള പെനാൽറ്റി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് 5 ഇരട്ടി വരെ മാർജിൻ കിട്ടും. അതായത് നമ്മുടെ കയ്യിലൊരു 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 5% ലിവറേജ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ നമ്മളത് വിറ്റ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമുക്ക് ഈ സിങ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല എങ്കിൽ പോലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ, ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സിങ് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളിവിടെ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്ക് എങ്ങനെയാണോ വാങ്ങുന്നത്, നമ്മൾ ഇന്ന് വാങ്ങിയതിന് ശേഷം നമുക്ക് നാളെ വിൽക്കാം, മറ്റന്നാൾ വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വിൽക്കാം. പിന്നെ നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ട്, അല്ലെ 1 മാസമോ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സമയത്ത് വിൽക്കാൻ പറ്റുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങുന്നത് ഡെലിവറി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് സിങ് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിക്കാണമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ സിങ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ക്വാണ്ടിറ്റി നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആദ്യമൊക്കെ ഒരു 10 അല്ലെങ്കിൽ 100 ക്വാണ്ടിറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് ഓർഡറിൽ നമ്മളത് വാങ്ങുകയാണ്. അപ്പോൾ എന്താണ് സിങ് ട്രേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങിയ സ്റ്റോക്ക് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു 1 മാസം കഴിയുമ്പോൾ അതിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങണം. നമുക്ക് വിറ്റ് അതിൻ്റെ നിന്നും ലാഭമെടുക്കണം. അതാണ് സ്വിംഗ് ട്രേഡ്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വിറ്റോ അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ അല്ലെങ്കിൽ ഒരു 3ഓ 4ഓ മാസത്തിനുള്ളിൽ നമ്മൾ വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്വിംഗ് ട്രേഡ് എന്ന് പറയാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദാ ഇവിടെ ഒരു ചാർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ ഇത് ഒൺ ഡേ ചാർട്ടാണ്. ഒരു ദിവസത്തെ ഇതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ദിവസത്തെയാണ്. അപ്പോൾ ഇതിൽ ദാ ഇവിടെ നിന്നും ഇങ്ങനെ മുകളിലേക്ക് പോയി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദാ ഇവിടെ താഴെ ഡേറ്റ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2024 നവംബർ മാസം ദാ ഇവിടെ ഇതിൻ്റെ വില 318 ആയിരുന്നു. അതിനുശേഷം ഡിസംബർ മാസം എത്തിയപ്പോൾ എന്ത് ചെയ്തു? 366 രൂപയിലേക്ക് ഉയർന്നു. ഇത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിന് ഞാൻ ഉദാഹരണമായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 2024 നവംബറിൽ ഇൻഡസ് ടവർ എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ വില 319 രൂപയായിരുന്നു. ദാ ഇവിടെ വലത് സൈഡ് അതിൻ്റെ വില കാണിക്കുന്നുണ്ട്. 319 ആയിരുന്നു. അത് അടുത്ത മാസം ഡിസംബർ ആയപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ വില കൂടിയപ്പോൾ 368 രൂപയിലെത്തി. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ നിന്ന് ഈ സ്റ്റോക്ക് വാങ്ങിയിരുന്നെങ്കിൽ 368 രൂപയ്ക്ക് നമുക്ക് വിൽക്കാമായിരുന്നു. ഇനി അതിനുശേഷം നമ്മളിത് വിൽക്കാതെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ വില വീണ്ടും താഴെ വരും. നമ്മൾ വാങ്ങിയ വിലയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അതുപോലെ തന്നെ ദാ ഇവിടെ 2025 ജനുവരി ഈ വർഷം ആദ്യം ജനുവരിയിൽ നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങിയിരുന്നെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതായത് 22-ാം തീയതി ആയപ്പോൾ ജനുവരി 10-ാം തീയതി വാങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ വില കൂടി. അപ്പോൾ വില കൂടി 20-ാം തീയതി ആയപ്പോൾ അതിൻ്റെ വില 381 രൂപയിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ സെല്ല് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതാണ് ഈ സ്വിംഗ് ട്രേഡിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നു. അതിനുശേഷം കുറച്ച് ദിവസം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇതിനെ ഹോൾഡ് ചെയ്യുന്നു. ആ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വില കൂടുകയാണെങ്കിൽ നമ്മളത് അവിടെ എക്സിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അവിടെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഇതിൻ്റെ നമുക്ക് ദോഷവശം എന്ന് പറയുന്നത് നമ്മളിവിടെ വിൽക്കാതിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വില കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അതുകൊണ്ടൊരു മികച്ച നേട്ടം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വീണ്ടും കണ്ടോ ഇവിടെ വന്നപ്പോൾ വീണ്ടും അത് വില കുറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മളിതിനെ വിറ്റിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ദിവസം വീണ്ടും ആ സ്റ്റോക്കിനെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ വില വീണ്ടും കുറഞ്ഞ് താഴെ എത്തുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് വീണ്ടും ഇവിടെ നിന്നും ബൈ ചെയ്യാം. വാങ്ങിയതിന് ശേഷം വീണ്ടും ഇങ്ങനൊരു വില എത്തുമ്പോൾ 400ലേക്ക് എത്തുമ്പോൾ വിൽക്കാം. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പല തവണ നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങി വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വിംഗ് ട്രേഡ് എന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ നമുക്ക് 6-7 മാസങ്ങളോ നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാ സ്റ്റോക്കിലും നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി ഒരു ഏകദേശ സ്റ്റോക്കുകളിൽ നമുക്കിത് സാധിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ വില കണ്ടെത്തണം. അതായത് ഇതിൻ്റെ വില കുറഞ്ഞാണോ നിൽക്കുന്നത്, ഈ ഒരു റേഞ്ചിലാണോ നിൽക്കുന്നത്, അത് മുകളിലാണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കൃത്യമായിട്ട് കണ്ടെത്തി നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ നേരെ വിപരീത സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മുകളിൽ എത്തിയപ്പോഴാണ് വാങ്ങുന്നതെങ്കിൽ വാങ്ങിയ പാടെന്ത് ഇതിൻ്റെ വില ഇങ്ങനെ താഴേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നഷ്ടം വരും. ഒന്നേ നമ്മൾ ഇവിടെ നിന്ന് വിറ്റൊഴിയേണ്ടി വരും. അല്ല എങ്കിൽ നമ്മൾ കുറേ കാലം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ വീണ്ടും മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഇവിടെ എത്തിയാലും നമുക്ക് ഈ വിലയിൽ നമുക്ക് സെല്ല് ചെയ്താലും പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. നമ്മൾ ഈ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ അതേ വില എത്തിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്വിംഗ് ട്രേഡുകൾ ചെയ്ത് മണ്ടത്തരം കാണിച്ച് നമുക്ക് വില നഷ്ടപ്പെടാനുള്ള സാധ്യതയും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചാർട്ടിനെ പഠിക്കണം. അപ്പോൾ ചാർട്ട് കൃത്യമായിട്ട് പഠിക്കാൻ നമുക്ക് ഒൺ ഡേ ചാർട്ട് ഇട്ടിട്ട് നമ്മൾ ഒരു വർഷത്തെ ഒരു ചാർട്ട് ഇതുപോലെ എടുത്തിട്ട് ഒരു സ്റ്റോക്കിനെ എടുക്കുക. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു വർഷത്തെ ചാർട്ട് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ആ ഗ്രാഫ് നോക്കുക. ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കണ്ടോ ഇവിടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില ഇനി കുറച്ചെങ്കിലും താഴേക്ക് വരുന്നു. ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് വില കൂടുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ വാങ്ങിയതിന് ശേഷം പിന്നെ അതിൻ്റെ വില ചില സ്റ്റോക്കുകൾ ചില സാഹചര്യങ്ങൾ അതിൻ്റെ വില കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വില കൂടാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ വോഡാഫോൺ എന്നൊക്കെ പറയുന്ന
പറയുന്ന അല്ലെങ്കിൽ യെസ് ബാങ്ക് എന്നൊക്കെ പറയുന്ന സ്റ്റോക്ക് വളരെ വില കൂടി നിന്നതാണ്. പിന്നെ അത് വില കുറഞ്ഞ് പിന്നെ അതൊരിക്കലും വില കൂടിയിട്ടില്ല. അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മുടെ ഫണ്ട് അവിടെ ഹോൾഡ് ആവും. നമുക്കതിൻ്റെ പ്രോഫിറ്റ് കിട്ടാതിരിക്കുമ്പോൾ നമുക്കത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പരിധിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പരിധിയൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ വില കുറയുന്നു. 1 വർഷമായിട്ടും അതിൻ്റെ വില ഇത് കൂടിയിട്ടില്ല. 2 വർഷമായിട്ടും വില കൂടിയിട്ടില്ലെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മളെ ഫണ്ട് അവിടെ ഹോൾഡായി കിടക്കുന്നേ ഉള്ളൂ. നമുക്കവിടെ അതിനെ പിന്നെ ഏതെങ്കിലും വർഷം ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് വില കൂടുന്നതെങ്കിൽ അന്ന് വിറ്റാലും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് നമ്മൾ 1 2 മാസം കഴിയുമ്പോൾ വിറ്റ് ഒഴിവാക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് അതിൻ്റെ വില കൂടുന്ന സമയത്ത് മാത്രം നമ്മൾ വിറ്റ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ലോജിക്കിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരാഴ്ച കൊണ്ടൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈം ട്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം സ്വിംഗ് ട്രേഡിങ്ങിനെ. അപ്പോൾ അത് നമ്മൾ തന്നെയാണ് അതിൻ്റെ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻട്രാഡേ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ടാണ് ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ബെനിഫിറ്റുകളുണ്ട്. നമുക്ക് ഏഞ്ചൽ ഓൺ ആപ്ലിക്കേഷൻ അതുപോലെ മറ്റ് ഒരുപാട് ബ്രോക്കറുകളിൽ തന്നെ നമുക്ക് ഈ പേ ലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവർ തരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രോ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ് പേ ലേറ്റർ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പേ ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ ട്രേഡാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്ര സ്റ്റോക്ക് ഉണ്ടോ അതിനനുസരിച്ച് പ്ലഡ്ജ് ചെയ്ത് നമുക്ക് 1 മാസത്തേക്ക് നമുക്ക് കടം തരും. അപ്പോൾ നമ്മളൊരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എടുത്തു. നമുക്ക് കൃത്യമായിട്ടറിയാം ആ സ്റ്റോക്ക് ഇപ്പോൾ വില കുറഞ്ഞ് നിൽക്കുകയാണ്. അടുത്തൊരു 15 20 ദിവസം 1 മാസത്തിനുള്ളിൽ അതിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വാങ്ങണം. പക്ഷേ നമ്മുടെ കയ്യിൽ ഫണ്ടില്ല. നമ്മുടെ കയ്യിൽ വെറും 10,000 രൂപ മാത്രമേ ഉള്ളൂ. ഒരു 50,000 രൂപയ്ക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു 20,000 30,000 ഇരട്ടി നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ പേ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പേ ലേറ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലഡ്ജ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞ് പ്ലഡ്ജ് ചെയ്യുക. നമ്മുടെ കൈവശമുള്ള സ്റ്റോക്കിനെ പണയം വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ പണയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഇരട്ടി വരെ നമുക്കിവർ തരും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. വെറും പോർട്ട്ഫോളിയോയിൽ വെറും 5 6 സ്റ്റോക്ക് മാത്രമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് വളരെ കുറവാണ്. നമ്മൾ സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ആപ്പിൻ്റെ വാലറ്റിലേക്ക് ഇടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും ഒരു 1000 2000 രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് പേ ലേറ്റർ വഴി പ്ലഗ് ചെയ്യുമ്പോൾ അധികം തുകയൊന്നും കിട്ടില്ല. 1x ആയിരിക്കും കിട്ടുന്നത്. അത് ഒരിരട്ടി മാത്രമായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഒരു 5 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് 3 ഇരട്ടിയോ 5 ഇരട്ടിയോ ഒക്കെ പ്ലഡ്ജ് ചെയ്യാൻ തരുന്നത് അവർ കടമായിട്ട് തരുന്നത്. അപ്പോൾ നമുക്കിത് 1 മാസം വരെ നമുക്കിത് ഹോൾഡ് ചെയ്യാം. നമുക്ക് ഈ കടമായിട്ട് വെച്ചിരിക്കാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 1 വർഷത്തേക്ക് ഏകദേശം 15% പലിശ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്നും അത്രയധികം പ്രോഫിറ്റ് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടം ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 1 മാസം കഴിഞ്ഞ് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങിച്ച് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കച്ചവടം ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കൂലേ? അതുപോലെയുള്ള ഒരു സംവിധാനമാണ് സ്വിംഗ് ട്രേഡറിന് വേണ്ടി നമുക്ക് ഈ മാർജിൻ പ്ലഡ്ജ് പേ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാർജിൻ ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതും ഏഞ്ചൽ ഓണിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അതായത് എമൗണ്ട് കുറച്ചേ ഉള്ളൂവെങ്കിലും അത് ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ ഇവിടെയും ദോഷവശം എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ വില കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വാങ്ങുന്നത്. അതായത് കടം പ്ലഡ്ജ് ചെയ്ത് മാർജിൻ ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? 1 മാസം കഴിഞ്ഞ് അതിൻ്റെ വില കൂടിയിട്ടില്ല എങ്കിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങിയത് നഷ്ടമായി. നഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അക്കൗണ്ടിൽ കിടക്കും. നമുക്കിവിടെ പലിശ കൊടുത്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയി പ്രോഫിറ്റ് സ്ഥിരമായി സ്വിംഗ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പേ ലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റ് നമുക്ക് എല്ലാ സമയം പറയാൻ പറ്റില്ല. ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു യുദ്ധം ഉണ്ടാവുന്നത് പോലെയൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? മാർക്കറ്റ് പിന്നെ ഒരു ഡൗൺ ആവും. പിന്നെ എല്ലാ സ്റ്റോക്കും പിന്നെ മുകളിലേക്ക് വരാൻ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് പിന്നെ അത് റിക്കവർ ചെയ്ത് മുകളിലേക്ക് വരാൻ ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ എടുത്തെന്നിരിക്കും. ആ ഒരു സമയത്താണ് നമ്മൾ ഈ പേ ലേറ്റർ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിച്ചിട്ട് വേണം നമ്മൾ ഈ പേ ലേറ്ററൊക്കെ ഉപയോഗിക്കാൻ. സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ വരുന്നത് നമുക്ക് സേഫായിട്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ ഇതിൻ്റെ വില കൂടി നിൽക്കുന്നതും വില കുറഞ്ഞു നിൽക്കുന്നതും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് കുറേയധികം കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഇപ്പോൾ ടാറ്റ സ്റ്റീൽ എന്ന് തന്നെ എടുക്കാം. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കുക. ഓക്കെ.
ആഹ് ഇവിടെ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി. സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്കിവിടെ ടെക്നിക്കൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? അതായത് സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ? ഇത് അടിസ്ഥാനപരമായിട്ട് നല്ലൊരു സ്റ്റോക്ക് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി ആവറേജ് ആണ്, അട്രാക്റ്റീവ് വാല്യുവേഷൻ ആണ്, പോസിറ്റീവ് ആണെന്ന് കാണാം. കഴിഞ്ഞ ഒരു വർഷത്തിൽ 5% നെഗറ്റീവ് റിട്ടേൺ ആണ് കാണിച്ചത്. ആ മേഖലയിലുള്ളതെല്ലാം മുകളിലേക്കായിരുന്നു. അപ്പോൾ ഞാനിതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ എന്നുള്ള അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പി ഇ റേഷ്യോ 49 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം എടുക്കുവാൻ. പക്ഷേ നമുക്കിപ്പോൾ വേറൊരു സ്റ്റോക്ക് എടുക്കാം. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തു. അതിനുശേഷം സ്റ്റോക്ക് ഡീറ്റെയിൽസ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഗുഡ് ക്വാളിറ്റി, അട്രാക്റ്റീവ് വാല്യുവേഷൻ എന്ന് 2 കാര്യത്തിൽ നമുക്ക് പെർഫോമൻസ് ഉണ്ട്. കഴിഞ്ഞ ഒരു വർഷം 21% റിട്ടേൺ കൊടുത്തു. സെക്ടർ റിട്ടേണും ഏകദേശം സെയിം ആയിട്ടാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരിക്കണം നമ്മൾ സ്വിംഗ് ട്രേഡിന് വേണ്ടി ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ പി ഇ റേഷ്യോ ഒക്കെ നോക്കുമ്പോൾ 11 ആണ്. വളരെ നല്ലൊരു പി ഇ റേഷ്യോ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഫണ്ടമെന്റലി ആ സ്റ്റോക്കിൻ്റെ കമ്പനിയുടെ പെർഫോമൻസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചികഞ്ഞു പിടിച്ച് പഠിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു കാര്യം മാത്രം നോക്കിയതിന് ശേഷം നമ്മൾ ടെക്നിക്കൽ എന്ന് പറയുന്ന സൈഡിലേക്ക് വരിക. ഇവിടെ ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇ എം എ എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു ഇപ്പോൾ ഇതെങ്ങനെയാണിത് 200 ഡി എം എ കൊടുത്താലും മതി. ഓക്കെ. സമയം വേണ്ട. ഇപ്പോൾ നമുക്ക് അത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, മൂവിങ് ആവറേജ് നമുക്ക് എസ് എം എ കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇ എം എ കൊടുക്കുക. ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഇതാ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ ആ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ 2 എണ്ണം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഗ്രാഫ് നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ വന്ന ഈ 2 ഗ്രാഫുകൾ കണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ ട്രെൻഡ് മുകളിലേക്കാണ്. ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് ട്രെൻഡ് താഴേക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് വേണം ഇങ്ങനെ ഒരു സംഭവം ടെക്നിക്കൽ സൈഡിലൊന്ന് ഉപയോഗിക്കാം. അല്ല എങ്കിൽ നമുക്ക് ദാ ഇവിടെ തന്നെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ പിവറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിപ്പോൾ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ വില 198 രൂപയാണ്. പിവറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് റെസിസ്റ്റൻസ് 200 രൂപയാണ്. അപ്പോൾ 200 രൂപയിൽ എത്തുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില എന്ത് ചെയ്യും, 200 രൂപയിലെത്തുമ്പോൾ ഇത് സ്റ്റോക്കിൻ്റെ വില അവിടെ റെസിസ്റ്റൻസ് വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം വാങ്ങുകയാണെങ്കിൽ. ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 195. അപ്പോൾ 195ന് വാങ്ങിയിട്ട് നമുക്ക് 200 രൂപയ്ക്ക് വേണമെങ്കിൽ ഇതിനെ വിൽക്കാം. ഇതൊരു സ്വിംഗ് ട്രേഡാണ്, കുറച്ച് ദിവസം ഹോൾഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ഇൻഡിക്കേറ്റർ എടുത്തിട്ട് കാണിച്ചു തരാം. ഫെഡറൽ ബാങ്ക്. ഓക്കെ. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദാ ഇവിടെ ഇങ്ങനെ ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ദാ ഇവിടെ ഒരു 200 റേഞ്ച് ദാ ഇവിടെ കണ്ടോ. ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 200 രൂപ ഫസ്റ്റ് റെസിസ്റ്റൻസ്, അടുത്ത് 202, 205. അപ്പോൾ നമുക്ക് ഇത് 3ഉം ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ദാ ഇവിടെ തന്നെ ഒരു ലൈൻ എടുക്കുക. നമുക്ക് ദാ ഇവിടെ വരച്ചു നോക്കാം. ഇതാ കണ്ടോ? ഇവിടെ ഒരു 205 രൂപ റേഞ്ചിന് ഇവിടെ മുട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഒരു 180നൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വാങ്ങിയതിന് ശേഷം നമ്മളവിടെ വിട്ടു. ഒരാഴ്ച കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ 3ഓ 4ഓ മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 205 രൂപയിലേക്ക് വന്നു. അപ്പോൾ ഞാനിത് വെറും ഒരു ഉദാഹരണം പറയുന്നതാണ്. ഞാൻ ഒരു സ്റ്റോക്കും റെക്കമെൻഡ് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് സെല് ചെയ്യാം. അപ്പോൾ ഇനി ഇതും നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ താഴെ വരുമ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ചാർട്ടിൽ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതൊന്നും നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വാങ്ങാം. വാങ്ങിയതിന് ശേഷം
വീണ്ടും ഈ ഒരു റേഞ്ചിലെത്തുമ്പോൾ നമുക്കതിനെ വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമുക്ക് ഈ ചാർട്ട് വരയ്ക്കാനൊന്നും അറിയില്ല എങ്കിൽ ഇവിടെ തന്നെ റെസിസ്റ്റൻസും സപ്പോർട്ടും നോക്കുക. സപ്പോർട്ടിലെത്തുമ്പോൾ വാങ്ങുക, റെസിസ്റ്റൻസിലെത്തുമ്പോൾ നമ്മൾ വിൽക്കുക. അപ്പോൾ ഇനി ഇതൊന്നും നമ്മൾ നോക്കിയിരിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് ഓൾറെഡി വാങ്ങി. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ഒരു 195ന് വാങ്ങി. വാങ്ങിയതിന് ശേഷം നമുക്ക് 200 രൂപയ്ക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 രൂപയ്ക്ക് വിൽക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത് വിൽക്കുന്ന വില എന്ന് പറയുന്നത് 200ലേക്ക് എത്താൻ കുറേ അധികം ദിവസം എടുക്കും. അപ്പോൾ നമ്മളതിൽ ഈ ടെർമിനലിലോ നമ്മുടെ മൊബൈൽ ആപ്പിലോ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പോർട്ട്ഫോളിയോ എടുക്കുക, നമ്മളതിൽ വിൽക്കേണ്ട സ്റ്റോക്ക് ഇപ്പോൾ കല്യാൺ ജുവൽസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 40 രൂപ പ്രോഫിറ്റിലാണ്. അപ്പോൾ നമുക്കിത് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിനെ സെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിനുള്ള ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് സെല് ചെയ്യാനുള്ള എടുക്കുക, ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, എത്ര ക്വാണ്ടിറ്റി ആണോ വിൽക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ കണ്ടോ, സ്മാർട്ട് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം GTT ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ GTT ഓർഡർ എന്താണ്, എങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ GTT എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ 553 രൂപയ്ക്കാണ് ഇത് നിൽക്കുന്നത്. നമുക്കിതിനെ വിൽക്കേണ്ടത് ഒരു 570 രൂപയാണെങ്കിൽ നമുക്കിവിടെ കണ്ടോ, ഇവിടെ 570 സെലക്ട് ചെയ്ത് കൊടുക്കാം. 570 രൂപയ്ക്കാണ് നമുക്കിത് വിൽക്കേണ്ടതെങ്കിൽ 570 സെലക്ട് ചെയ്തു. അപ്പോൾ പ്രൈസ് ചേഞ്ച് 2% സെറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ചാർജസ് എന്ന് പറയുന്നത് നമുക്കിതിന് വിൽക്കുന്നതിന് ക്രിയേറ്റ് GTT ഓർഡർ എന്ന് പറഞ്ഞ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക. GTT ഓർഡർ പ്ലേസ്ഡ്. അപ്പോൾ ഇനി GTT ഓർഡറിൽ പോയിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൃത്യമായിട്ടുള്ള വില കുറഞ്ഞിരുന്നപ്പോൾ നമ്മൾ വാങ്ങി. അതിനുശേഷം നമുക്ക് അറിയാം ഈ ഒരു റേഞ്ചിലെത്തുമ്പോൾ നമ്മൾക്ക് വിൽക്കണമെന്ന്. അപ്പോൾ ആ ഒരു പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു. ആ പ്രൈസിന് നമ്മളൊരു സെൽ ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 വർഷം വരെ ഇതിവിടെ കിടന്നോളും. അപ്പോൾ 1 വർഷത്തിനകത്ത് എന്നാണോ ഈ വില എത്തുന്നത് അന്ന് നമുക്കിത് വിൽക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് 50 സ്റ്റോക്കുകൾ വരെ GTT ഓർഡറായിട്ട് ക്രിയേറ്റ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി പോലെയുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മൊബൈൽ ആപ്പിൽ നോക്കിയിരുന്നിട്ട് ഇൻട്രാഡേ ചെയ്യാനോ ഒക്കെ ഒന്നും പറ്റില്ല. അപ്പോൾ അതുപോലെ ഇൻട്രാഡേ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. കാരണം നമുക്ക് പെട്ടെന്ന് വില കൂടുകയും പെട്ടെന്ന് വില കുറയുകയും ചെയ്യുമ്പോൾ ഇന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നാളെ നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നമില്ല. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കണമെന്നില്ല. നമ്മൾ വൈകുന്നേരം രാത്രിയോ ഒക്കെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ നല്ലൊരു സ്റ്റോക്കിനെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഇപ്പോൾ സപ്പോർട്ടിൽ പിവറ്റ് പോയിന്റിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിവറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കിട്ടും. പിവറ്റ് പോയിന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിവറ്റ് കിട്ടി. കണ്ടോ, ഇവിടെ നമുക്ക് പിവറ്റ് പോയിന്റിലും നമുക്ക് നോക്കാൻ പറ്റും, റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് കണ്ടുപിടിക്കുക. അല്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മൊബൈൽ ആപ്പിൽ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ കണ്ടുപിടിച്ചാലും മതി. കണ്ടുപിടിച്ച് നമ്മൾ ബൈ ചെയ്യുക. ബൈ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ രാത്രിയാണ് ഓർഡർ പ്ലേസ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ 9:15 ആകുമ്പോൾ മാർക്കറ്റിൽ അത് ലൈവ് ആവും. അതിനുശേഷം മാർക്കറ്റ് ഓപ്പണായി നമ്മുടെ സെൽ ഓർഡർ കൺഫേം ആയി എക്സിക്യൂട്ട് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിറ്റേ ദിവസം വൈകുന്നേരമോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. നമുക്ക് തലേ ദിവസം തന്നെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാളും നല്ലത് ഓർഡർ എക്സിക്യൂട്ട് ആയതിനു ശേഷം നമ്മൾ ആ പോർട്ട്ഫോളിയോയിലേക്ക് വന്നതിന് ശേഷം പോർട്ട്ഫോളിയോയിൽ നിന്നും നമ്മൾ ഞാനിവിടെ കാണിച്ചതുപോലെ ഒരു സെൽ ഓർഡറിൽ എടുക്കുക. അത് GTT ഓർഡറായിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ ആ സ്റ്റോക്കിനെ പറ്റി നമുക്ക് വറീഡ് ആവേണ്ട കാര്യമില്ല. ആ സ്റ്റോക്ക് വില കുറയുന്നുണ്ടോ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു GTT ഓർഡർ താഴെ പ്ലേസ് ചെയ്ത് കൊടുക്കാം, സ്റ്റോപ്പ് ലോസ് എന്ന രീതിയിലും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ട് മുകളിലേക്ക് പോകുമെന്ന് കണ്ടിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ആ സ്റ്റോക്ക് സെല്ലായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കൃത്യമായ ഇടവേളയിൽ വിറ്റുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വൈകുന്നേരം വന്ന് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുക, സെൽ ഓർഡർ പ്ലേസ് ചെയ്യുക, ബൈ ഓർഡർ സെലക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഏകദേശം ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റോക്ക് കണ്ടുപിടിച്ച് ഇതുപോലെ GTT ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇത് സ്വിംഗ് ട്രേഡിൻ്റെ ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് റിസ്ക് ഇല്ലാത്ത, നമുക്ക് ലോങ് ടൈമിലേക്ക് നമ്മളൊരു ഡെലിവറിയിൽ നമ്മളൊരു സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ
എട് എടുത്തിടുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബെല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് വാങ്ങി. ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. നമ്മൾ മാർക്കറ്റിൽ ഇത് വാങ്ങി. നമ്മൾ ഫണ്ടമെന്റലി പഠിച്ചു. ഈ കമ്പനി ഇനി വളരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ആ കമ്പനിയുടെ വളർച്ച അനുസരിച്ചിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും. ചിലപ്പോൾ 5ഓ 10ഓ വർഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ വില താഴ്ന്നും പൊങ്ങിയും ഒക്കെ ആയിരിക്കും മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ അത്രയും കാലം നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇങ്ങനെ പച്ച കളറിൽ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നത് കൊണ്ട് നമുക്ക് നമുക്ക് ലാഭം കിട്ടിയെന്ന് വരില്ല. പക്ഷെ സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1ഓ 2ഓ മാസത്തിനുള്ളിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ ചെറിയ ലാഭം. നമുക്ക് ഒരു മിനിമം എൻ്റെ കണക്കിന് ഒരു 100 ക്വാണ്ടിറ്റി എങ്കിലും വെച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. മിനിമം ഒരു 50 ക്വാണ്ടിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തേക്ക് കുറേയധികം സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം 10 ക്വാണ്ടിറ്റി വീതം എടുക്കുക. അപ്പോൾ നമുക്ക് വലിയ ചാർജസും വരില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടെയാണ്, ചാർജ് എത്രയാണ് വരുന്നത്. ഡെലിവറിക്ക് എത്രയാണോ ചാർജ് വരുന്നത് ആ ഒരു ചാർജ് മാത്രമേ സ്വിംഗ് ട്രേഡിങ്ങിനും വരുന്നുള്ളൂ. ഇൻട്രാഡേ പോലെയൊന്നുമില്ല. നമുക്ക് ഡെലിവറിയിൽ എത്രയാണോ ചാർജ്, 20 രൂപയാണെങ്കിൽ 20 രൂപ, നമുക്ക് 0.2% ആ ഒരു ചാർജ്. അത് എത്രയാണോ വരുന്നത്, കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്കതിൻ്റെ വില കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ചാർജ് വരുന്നത്. ചാർജൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. ലോങ് ടൈമിലേക്കുള്ളതിൻ്റെ അതേ ചാർജ് തന്നെയാണ്. ഇത്രയുമാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്ന ഏഞ്ചൽ എന്ന ആപ്ലിക്കേഷനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വന്നിട്ട് മാർക്കറ്റ് ഡൗൺ ആയി, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ഇപ്പോൾ അദാനി എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്ക് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ എടുത്തു. ഉദാഹരണത്തിന് നമ്മൾ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നിട്ട് ആ കമ്പനിക്ക് എന്തെങ്കിലും അപവാദ പ്രചരണം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ വില എന്ത് ചെയ്യും, കുറയും. പെട്ടെന്നൊന്നും പിന്നെ അത് തിരിച്ച് കയറി, അദാനിയൊക്കെ പെട്ടെന്ന് കയറുന്നതാണ്. ചില കമ്പനികളാണെങ്കിൽ ചിലപ്പോൾ അത് പിന്നെ വർഷങ്ങളെടുത്തിട്ടായിരിക്കും റിക്കവർ ചെയ്ത് വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഫണ്ട് അവിടെ ഹോൾഡായി പോകും. എന്നിരുന്നാലും ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വർഷങ്ങൾ 5 വർഷമൊക്കെ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ആ ഒരു സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡ് നമുക്കതിനെ ചിലർ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. കൺവെർട്ട് ചെയ്ത് ലോങ് ടൈം കൺവെർട്ടൊന്നും ചെയ്യണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. അത് ലോങ് ടൈമിലേക്ക് അവിടെ കിടന്നോളും. പക്ഷേ അത് വളരാനുള്ള സാധ്യത അപ്പോൾ കുറവായിരിക്കും. അങ്ങനെയുള്ള അപ്പോൾ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുക. ഒന്നും അറിയാത്തവരാണെങ്കിൽ ഈ നിഫ്റ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകൾ കാണാം. നിഫ്റ്റി 50യിലുള്ള 50 കമ്പനീസ് കാണാം. ഈ 50 കമ്പനീസും എപ്പോഴും മുകളിലേക്കും താഴേക്കും ഒക്കെ പോയിട്ട് മുകളിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ ONGC എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വലുതായിട്ട് കാണിച്ചു തരാം. നിഫ്റ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. ഇതാ നിഫ്റ്റി. ഓക്കെ, സ്റ്റോക്ക് എടുക്കുക. ഇവിടെ താഴേക്ക് വരുമ്പോൾ ഓവർവ്യൂ ചാർട്ട് ഏതാണോ നമ്മൾ എടുക്കുന്നത്, ഇതാ ഇവിടെ കണ്ടോ, വാച്ച് ലിസ്റ്റിലേക്ക് നോക്കാം. ഇപ്പോൾ അദാനി പോർട്ട് എടുക്കുക. ജസ്റ്റ് അദാനി പോർട്ടിൻ്റെ ചാർട്ട് എടുത്തിട്ട് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ കണ്ടോ, അദാനി പോർട്ട് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കയറി പോകുന്നത്. നമുക്ക് എത്ര പ്രാവശ്യം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് മിണ്ടാതിരുന്നാലും ഇവിടെ എത്തുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. പക്ഷെ നമ്മൾ അവിടെയും വിൽക്കണമെന്നില്ല. ചിലർക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും വാങ്ങി ഇതാ ഇവിടെ വിൽക്കാം, വീണ്ടും ഇവിടെ നിന്ന് വാങ്ങാം, ഇവിടെ വിൽക്കാം, ഇവിടെ ഇതാ ഇങ്ങ് താഴെ വരെ വന്നു, അപ്പം നമുക്ക് വാങ്ങാം. അതിനുശേഷം ഇവിടെ മുകളിലെത്തിയപ്പോൾ വിൽക്കാം, വീണ്ടും വില കുറഞ്ഞപ്പോൾ വാങ്ങാം, വീണ്ടും. അപ്പോൾ ഇങ്ങനെ ഒരു നിശ്ചിത വർഷത്തിന് അല്ലെങ്കിൽ ഇടവേളയിൽ നമുക്ക് കുറേ അധികം തവണ വാങ്ങി വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ഒരു സ്വിംഗ് ട്രേഡിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഓപ്പോസിറ്റാണ് സംഭവിച്ചെങ്കിലോ, ഇതാ ഇവിടെ കണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നഷ്ടം വരും. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങി, അപ്പോഴത്തേക്ക് ഇതിൻ്റെ വില കുറഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇതിനെ സെല്ല് ചെയ്തു, നമുക്ക് നഷ്ടം വന്നു. അടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ വാങ്ങുന്നില്ല, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇതിൻ്റെ വില മുകളിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇത് മുകളിലേക്ക് കയറുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങും. വാങ്ങുമ്പോൾ വീണ്ടും ഇതിൻ്റെ വില താഴേക്ക് പോകും. താഴേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇനിയും താഴേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുമ്പോൾ ആയിരിക്കും അതിൻ്റെ വീണ്ടും വില കയറി തുടങ്ങുന്നത്. കയറി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും വീണ്ടും നമുക്കിത് വാങ്ങിക്കളയാം. അങ്ങനെ വീണ്ടും വാങ്ങുമ്പോൾ വീണ്ടും അതിൻ്റെ വില കുറയും. ഇങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് സ്വിംഗ് ട്രേഡ് ചെയ്തിട്ട്. അങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കുക. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെൻഡ് താഴേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുമ്പോൾ ട്രെൻഡൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂവിങ് ആവറേജ് ഏതെങ്കിലും ഒന്ന് എടുത്തിടുക.
അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നിട്ട് പിവറ്റ് ചാർട്ട് എടുക്കുക. പിവറ്റിൽ ഇപ്പോൾ SMA ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളവർക്കാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഓസിലേറ്റർ എടുക്കുക. നമുക്ക് റെസിസ്റ്റൻസ് എത്രയാണ്, കുറേയധികം കാര്യങ്ങളുണ്ട് നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ പിവറ്റ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. 1 വർഷത്തേക്ക് എടുത്തിട്ട് നമുക്കിതാ ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിട്ട് നമ്മളിതാ ഇപ്പോൾ 242. അപ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് എവിടെയാണ്? 239. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻറ്റ് നോക്കുക. ഇവിടെ ഈ ഡിഫറൻറ്റ് കൂടുതലാണെങ്കിൽ എവിടെയാണോ കൂടുതൽ അപ്പോൾ അത് എത്താറായി എന്നാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ ഓവർവ്യൂ എന്ന് പറഞ്ഞ ഓക്കെ. ഓവർവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഓക്കെ. ഒരു സ്റ്റോക്ക് എടുക്കുക. ഇപ്പോൾ ബെൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തു. അതിനുശേഷം സ്റ്റോക്ക് ഡീറ്റെയിൽസിലേക്ക് പോയി. അതിനുശേഷം താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ ദാ ഇവിടെ കണ്ടോ? ആഹ്, ആഹ്, അനലിസ്റ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ടാർഗറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 235 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ 1 വർഷത്തിനുള്ള ടാർഗറ്റ് കൊടുത്തിട്ടുള്ള 275 അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പോൾ വാങ്ങാം. വാങ്ങിയതിന് ശേഷം 1 വർഷം വരെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഒരു 6, 7 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ വില ഒരു റേഞ്ചിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കണം ബൈയിങ് ശതമാനമാണോ കൂടുതൽ, സെല്ലിംഗ് ആണോ? അപ്പോൾ ബൈയിങ് ആണ് കൂടുതൽ, ഹോൾഡിംഗ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വിംഗ് ട്രേഡ് ചെയ്യാനൊക്കെ നമുക്ക് ആ സ്റ്റോക്കുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ താഴെ ഷോർട്ട് ടൈം അത്ര പോസിറ്റീവ് അല്ല. ഇവിടെ ഷോർട്ട് ടൈം നെഗറ്റീവാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടി അത്ര എടുക്കുന്നത് അത്ര നല്ലതല്ല. ലോങ് ടൈമിലേക്കൊക്കെ ആണെങ്കിൽ മിഡിലി നെഗറ്റീവ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ നോക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാതെ ചാടിക്കയറി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വില കുറഞ്ഞ് നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ടൊന്നും എടുക്കാൻ നിൽക്കരുത് പെട്ടെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ചില സ്റ്റോക്കുകളുണ്ട് നല്ല സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ വില ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഡിവിഡൻഡ് കൊടുത്തു കഴിയുമ്പോൾ ചില സ്റ്റോക്ക് നല്ല സ്റ്റോക്കായിരിക്കും. ഇപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു 3 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ ഒക്കെ ഡിവിഡൻഡ് കൊടുക്കും. ലാഭവിഹിതം ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കും. അങ്ങനെ വീതിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വില ഒരു 10 രൂപയോ അല്ലെങ്കിൽ 50 രൂപയോ 100 രൂപയൊക്കെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് ധൈര്യപൂർവ്വം വാങ്ങാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ വില പയ്യെ പയ്യെ കൂടി കൂടി മുകളിലേക്ക് എത്തും. അപ്പോൾ മുകളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് വിൽക്കാം. ഇതാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്വിംഗ് ട്രേഡ്? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദോഷങ്ങൾ എന്തൊക്കെയാണ്? കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏഞ്ചൽ എന്ന ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.